നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് പലപ്പോഴും നിരാശരാവേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നാട്ടിലേക്ക് ഫോൺ കോൾ ചെയ്യുക എന്നത്. ഉയർന്ന നിരക്കിലുള്ള റീചാർജ് സംവിധാനമാണ് ഇതിന് കാരണമായി മാറുന്നത്. പലപ്പോഴും ഉയർന്ന നിരക്ക് മനസ്സിൽ കണ്ട് പലരും നാട്ടിലേക്കുള്ള ഫോൺ കോളുകൾ പരിമിതപ്പെടുത്തുന്നതാണ് പതിവ്. എന്നാൽ ഇനി മുതൽ ഇത്തരത്തിലൊരു സങ്കടം വേണ്ട എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇതിനൊരു പരിഹാരമായി പുതിയൊരു സംവിധാനം സൗദിയിൽ വരികയാണ് എന്നതാണ് സൂചന. അതായത് സൗദി അറേബ്യയിലെ പ്രവാസികൾക്ക് ഇനി നാട്ടിലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വാട്സപ്പ് വഴി വിളിക്കാൻ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. വർഷങ്ങൾ നീണ്ട നിയന്ത്രണങ്ങൾക്ക് ശേഷമാണ് ഈ തീരുമാനത്തിലേക്ക് സൗദി അറേബ്യ എത്തിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എങ്കിൽ പോലും വാട്സപ്പിൽ വോയിസ് വീഡിയോ കോളിംഗ് സൗകര്യങ്ങൾ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതായിട്ടാണ് സൗദിയിലെ നിരവധി വാട്സപ്പ് ഉപഭോക്താക്കൾ ചില മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചിരിക്കുന്നത്. സൗകര്യങ്ങൾ ലഭ്യമായി തുടങ്ങിയെങ്കിലും ഇതേക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഇതുവരെ പുറത്തു വരാത്തതിനാൽ ഈ സൗകര്യം സ്ഥിരമായ സംവിധാനമാണോ അതോ താൽക്കാലിക പരീക്ഷണമാണോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളിൽ ചെറിയൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഔദ്യോഗിക അറിയിപ്പില്ലാതെ കോൾ സൗകര്യങ്ങൾ ആക്ടിവേറ്റ് ആയത് പരീക്ഷണാർത്ഥമായിരിക്കണം എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ടെലികമ്മ്യൂണിക്കേഷനും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും മെച്ചപ്പെടുത്തുന്നതിനും ഉപഭോക്താക്കൾക്കുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങളുമായി ഈ നീക്കം യോജിക്കുന്നുവെന്നാണ് സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള അബ്ദുല്ല അൽ സുബായി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകളിൽ ഒന്നായിട്ടുള്ള വാട്സപ്പ് 2015 വോയിസ് കോളുകളും 2016 വീഡിയോ കോളുകളും അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഇവയ്ക്ക് സൗദി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ നിയന്ത്രണങ്ങൾക്ക് ഇടയിലും ഇടയ്ക്കിടെ കുറച്ചു കാലത്തേക്ക് ഇതിനു മുമ്പും ചില സൗകര്യങ്ങൾ വാട്സപ്പ് ലഭ്യമാക്കിയിരുന്നുവെങ്കിലും വീണ്ടും അവ ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. 2024 മാർച്ചിൽ വാട്സപ്പ് വോയിസ് വീഡിയോ കോളുകൾക്കുള്ള നിരോധനം നീക്കിയതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നുവെങ്കിലും സൗദി അറേബ്യയുടെ കമ്മ്യൂണിക്കേഷൻസ് സ്പേസ് ആൻഡ് ടെക്നോളജി കമ്മീഷൻ ഇക്കാര്യം പിന്നീട് നിഷേധിക്കുകയായിരുന്നു. വർക്ക് കോൺട്രാക്ട് ആവശ്യമില്ലാത്ത UAE-യിലെ 6 വിസ വിഭാഗങ്ങൾ രാജ്യത്ത് വാട്സപ്പ് കോളുകൾ ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്ന് മന്ത്രാലയം അന്ന് അറിയിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ വാട്സപ്പ് കോളുകളുടെ ആക്ടിവേഷൻ നടക്കുമ്പോൾ അതിനൊരു ശുഭപ്രതീക്ഷയിലാണ് പ്രവാസികൾ ഇപ്പോഴുള്ളത്. കാരണം മിതമായ അളവിൽ മിതമായ റീചാർജ് നിരക്കിൽ നാട്ടിലേക്ക് വിളിക്കാമെന്നുള്ള ആശ്വാസം തന്നെയാണ് പലരിലും.